എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ടെസ്റ്റ് പഠന പ്രവർത്തനമായ നമൂനയ്ക്ക് അനുസാർ വാക്യോം കോ ബദൽക്കർ ലിഖേം എന്നതിനോടൊപ്പം കിഡ്കി ലഘുകഥയിലെ യുവതിയും പത്നിയും തമ്മിൽ നടക്കുന്ന വാർത്താലാപമാണ് പരിചയപ്പെടുന്നത്. ആദ്യം നമുക്ക് ടെസ്റ്റിലെ പഠന പ്രവർത്തനം നോക്കാം. എന്താണ് നമൂനയ്ക്ക് അനുസരിച്ച് വാക്യോം കോ ബദൽക്കർ ലിഖേം എന്ന് പറഞ്ഞാൽ? നമൂന എന്ന് വെച്ചാൽ മാതൃക അനുസരിച്ച് വാക്യത്തെ മാറ്റി എഴുതൂ എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന്, ഷാദി കാ ബുലാവ ആയ, പത്നി ബാത്തോं में മഷ്ഗൂൽ ഹോ ഗയി. അടുത്ത കോളത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഷാദി കാ ബുലാവ ആയ ഥാ, പത്നി ബാത്തോं में മഷ്ഗൂൽ ഹോ ഗയി थी, ലഡ്കാ ബേഞ്ച് पर बैठा था, മീനു ബാസാർ കി ഓർ ചലി ധി. ബാക്കി നമുക്ക് പൂരിപ്പിക്കാനുണ്ട്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നതെന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഇതിൽ ആദ്യ സെൻറ്റൻസ് എന്താണ്? ഷാദി കാ ബുലാവ് ആയ എന്നതാണ്. ഇതിൽ ആയ എന്നതാണ് ക്രിയ. ഈ ക്രിയയുടെ അർത്ഥം എന്താണ്? വന്നു എന്ന് പറഞ്ഞാൽ ക്രിയ കഴിഞ്ഞു പോയി എന്നതിനെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ക്രിയയാണല്ലോ ഭൂതകാല ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ആയ എന്നത് ഒരു ഭൂതകാല ക്രിയയാണ്. ഷാദി കാ ബുലാവ് ആയ എന്ന സെൻറ്റൻസ് ഏത് ഭൂതകാലത്തിൽ വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഭൂതകാലം 7 വിധമുണ്ടെന്ന്. സാമാന്യ ഭൂതകാലം, ആസന്ന ഭൂതകാലം, പൂർണ്ണ ഭൂതകാലം, സന്ദിഗ്ധ ഭൂതകാലം, അപൂർണ ഭൂതകാൽ, താത്കാലിക അപൂർണ ഭൂതകാൽ, ഹേതുമത്ത് ഭൂതകാൽ. ഇങ്ങനെ ഭൂതകാലം 7 വിധമാണുള്ളത്. ഇതിൽ ക്രിയാധാതുവിനോടുകൂടി, അതായത് ക്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ക്രിയാധാതു എന്ന് പറയുന്നത് ആ എന്ന് വെച്ചാൽ വരിക, ജ എന്ന് വെച്ചാൽ പോവുക, ഖ എന്ന് വെച്ചാൽ തിന്നുക, പി കുടിക്കുക, ലിഖ എഴുതുക എന്ന് പറയുന്നതാണ് ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയയുടെ കൂടെ സാമാന്യ ഭൂതകാലം എഴുതാൻ വേണ്ടിയിട്ട് ഈ ആ, എ, ഈ, ഈം എന്ന് ആണ് ചേർക്കുന്നത്. അതായത് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ആ, അതായത് ആ പ്ലസ് ആ സമ ആയ എന്നാണ് പറയുന്നത്. പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ എ, ആയേ. സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ഈ. സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഈം എന്ന് പറയും. അതായത് ആയ, ആയേ, ആയി, ആയിയും എന്ന് ചേർത്തെഴുതും. അപ്പം ജ എന്നതിൻ്റെ ഭൂതകാലമാണ് ഗയ, ഗയേ, ഗയി, ഗയി, ഗയീം എന്നുള്ളത്. ഖായാണെങ്കിൽ ഖായ, ഖായേ, ഖായി, ഖായീം. പി ആണെങ്കിൽ പിയ, പി, പിയേ, പി, പീം. ലിഖ ആണെങ്കിൽ ലിഖ, ലിഖേ, ലിഖി, ലിഖീം. പട് ആണെങ്കിൽ പട, പടേ, പടി, പടീം, പഠിച്ചു. ദേക്കാണെങ്കിൽ ദേക്ക, ദേക്കേ, ദേക്കി, ദേക്കീം എന്ന് വെച്ചാൽ നോക്കി അല്ലെങ്കിൽ കണ്ടു എന്ന അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ സാമാന്യ ഭൂതകാല ക്രിയ എഴുതുന്നത്. അപ്പോൾ ഷാദി കാ ബുലാവ് ആയാ ഥാ എന്നത്, അതുപോലെ തന്നെ അതിനുശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്ന പത്നി ബാത്തോं में മഷ്ഗൂൽ ഹോ ഗയി എന്നതും ഏത് ഭൂതകാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം? സാമാന്യ ഭൂതകാലമാണെന്ന് മനസ്സിലാക്കാം. അടുത്തായിട്ട് ഈ സാമാന്യ ഭൂതകാലം ആയ എന്നതിൻ്റെ കൂടെ എന്താ ചേർത്തിരിക്കുന്നത്? ധാ എന്നാണ് ചേർത്തിരിക്കുന്നത്. അതായത് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ധാ എന്നും, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ധേ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ധീ എന്നും, സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ധീം എന്നുമാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. അപ്പം ആയ എന്നതിൻ്റെ കൂടെ ധായും കൂടെ ചേർത്ത് വന്നപ്പോൾ ആയാ ധാ, അതായത് വന്നിരുന്നു. ആയേ ധേ, ആയി ധീ, ആയി ധീം, വന്നിരുന്നു എന്നർത്ഥം. ഖായാ ധാ, ഖായേ ധീ, ഖായേ ധീ, ഖായേ ധീം, അതായത് തിന്നിരുന്നു. പിന്നീട് എന്താ? ലിഖാ ധാ, ലിഖേ ധേ, ലിഖി ധീ, ലിഖി ധീം, എഴുതിയിരുന്നു. പഠാ ധാ, പഠേ ധേ, പഠി ധീ, പഠി ധീം എന്നായിരുന്നു. അപ്പം പഠിച്ചിരുന്നു അല്ലെങ്കിൽ വായിച്ചിരുന്നു. അപ്പോൾ ഈ ആയാധ എന്ന ക്രിയയുടെ പൂർണ്ണ ഭൂതകാലമാണ് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി എത്തി എന്നർത്ഥം. വന്നിരുന്നു, അതായത് പൂർണ്ണ ഭൂതകാലമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ നമൂനയ്ക്ക് അനുസാർ മാതൃകയിൽ തന്നിരിക്കുന്നത് സാമാന്യ ഭൂതകാലത്തിൽ നിന്നും അവരെന്ത് ചെയ്തിരിക്കുന്നത്? പൂർണ്ണ ഭൂതകാലത്തിലേക്കാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പം തന്നിരിക്കുന്ന രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് പൂർണ്ണ ഭൂതകാലമാണ്. അത് നമ്മൾ എന്തെന്നിരിക്കുക കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ചാണ് ദാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് പിന്നെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഈ ഭൂതകാലത്തിലാണ് നേയുടെ പ്രയോഗം വരുന്നത്. അപ്പോൾ നേയുടെ പ്രയോഗം ഒന്നും ചേർക്കാതെയുള്ള ടെസ്റ്റ്ലെസ് സെൻറ്റൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് നോക്കിക്കൊണ്ട് നമ്മൾ സെൻറ്റൻസ് എഴുതിയാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകർമ്മക്രിയകളാണ് തന്നിരിക്കുന്നതല്ല.
അപ്പോൾ അകർമ്മക ക്രിയകളാകുമ്പോൾ സകർമ്മക ക്രിയകളാണെങ്കിൽ നമ്മൾ നേ ചേർക്കുന്നത്. അകർമ്മക ക്രിയ നേ ചേർക്കാറില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഷാദിക ബുലാവ ആയാ ധ എന്നതിനെ ഷാദിക ബുലാവ ആയാ ധ എന്ന് മാറ്റിയപ്പോൾ പൂർണ്ണ ഭൂതകാലമായി. അതുപോലെ പത്നി ബാത്തോമേം മഷ്ഹൂൽ ഹോ ഗയി എന്നതിനെ പത്നി ബാത്തോമേം മഷ്ഹൂൽ ഹോ ഗയി ധി എന്നപ്പോൾ സാമാന്യ ഭൂതകാലത്തിൽ നിന്നും ഏത് ഭൂതകാലത്തിലേക്ക്? പൂർണ്ണ ഭൂതകാലത്തിലേക്ക് മാറി. കൂട്ടുകാർക്കത് കൃത്യമായി മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. അടുത്ത കോളത്തിൽ ലഡ്ക ബെഞ്ച് പർ ബൈഠാ ധ എന്നാണ്. അപ്പോൾ ലഡ്കായാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ലഡ്ക ബെഞ്ച് പർ ബൈഠാ. അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? മീനു ബാസാർ ക്യൂർ ചലിധി. മീനു ആയതുകൊണ്ടാണ് ചലിധി വന്നത്. ഇത് അകർമ്മക ക്രിയയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ എഴുതണം? മീനു ബാസാർ ക്യൂർ ചലി എന്നതിനെ നമുക്ക് എഴുതാം. ഇതുപോലെ നമുക്ക് ടെസ്റ്റിൽ നിന്നും സെൻറ്റൻസുകൾ കണ്ടുപിടിച്ചെഴുതാം. എന്തൊക്കെയാണ്? കൂടുതൽ സെൻറ്റൻസുകൾ കണ്ടാൽ പത്നിക്ക് സാമനെ സരക്കാ ദിയ എന്ന് നമ്മൾ ടെസ്റ്റിനകത്ത് കണ്ടായിരുന്നു. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പത്നിക്ക് സാമനെ സരക്കാ ദിയാ ധ എന്നാക്കി മാറ്റാം. റുപ്പേ ദേനേക്ക ഇഷാര കിയ എന്നതിനെ റുപ്പേ ദേനേക്ക ഇഷാര കിയ ധ എന്ന് മാറ്റാം. അതുപോലെ മൈംനെ പത്നിക്കോ ഇഷാര കിയ, അതിനെ മൈംനെ പത്നിക്കോ ഇഷാര കിയ ധ എന്നാക്കാം. ഉസ്കി കജരാരി ആംഖേം ഭർ ആയി എന്നത് തന്നിട്ടുണ്ടായിരുന്നു ടെസ്റ്റിൽ. ഇതെല്ലാം ടെസ്റ്റിലെ സെൻറ്റൻസ് ആണ്. ഉസ്കി കജരാരി ആംഗോം ഭർ ആയി ധി. ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ സാമാന്യ ഭൂതകാലം ഇനി ടെസ്റ്റിനകത്തുണ്ടെങ്കിൽ അതിനെ പൂർണ്ണ ഭൂതകാലത്തിലേക്ക് മാറ്റി എഴുതാം. തിരിച്ചായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പ്രക്രിയ, ആ പഠന പ്രവർത്തനം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ടെസ്റ്റിലെയും പത്നിയും യുവതിയും തമ്മിൽ, തെറ്റിപ്പോരുത്, പത്നിയും യുവതിയും തമ്മിൽ നടക്കുന്ന ഒരു വാർത്താലാപ്. അത് എല്ലാ സെൻറ്റൻസും അതിനകത്തുണ്ട്. ഞാൻ സെൻറ്റൻസൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പട്കഥ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റൻസുകൾ ഈ വാർത്താലാപ് അവിടെ പ്രയോജനപ്പെടും. ഇവിടെ നമുക്ക് വാർത്താലാപമായിട്ട് ചോദിച്ചില്ലെങ്കിലും ഒരുപക്ഷെ പട്കഥ ചോദിച്ചാൽ അവിടെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം ചോദ്യം എന്താണ്? പത്നി ഓർ യുവതിക്ക് ബീച്ച് വാർത്താലാപ്. ഇതിനകത്ത് നമുക്ക് നോക്കാം. യുവതി പറയണേ, ദീദി ഏക്ക് ജമ്മു കി ഷാൾ ഹേ, ഇത് ജമ്മുവിൻ്റെ ഷാളാണ്. ലേലോ ബഹുത്ത് ബടിയാ ഹേ, എടുക്കൂ, വളരെ മെച്ചപ്പെട്ടതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ പത്നി, ജമ്മു കി ഷാൾ, ജമ്മുവിലെ ഷാളോ? കിത്തന റുപ്പയാ ഹേ, എത്ര രൂപയാണ്? അപ്പോൾ യുവതി, ദാം കം ഹേ, വില വളരെ കുറവാണ്. പീസ് കെ ലിയെ 250 റുപ്പേ, പീസിന് 250 റുപ്പയാണ്. പത്നി, 250, ദാം കുച്ച് സ്യാദാ ഹേ, 250 രൂപയോ? കുറച്ച് വില കൂടുതലാണ്. യുവതി, സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി, പീസ് കൂടുതലെടുത്താൽ കുറയും. ഇപ്പോൾ പത്നി, ക്യാ മുച്ചെ മക്കാൻ കൊൽനി ഹേ, എന്തേ ഞാൻ എന്താ കറവക്കാൻ തുറങ്ങാൻ പോകുന്നു? അപ്പോൾ ചോദിക്കുകയാണ്, യുവതി പറയാണ്, ഏ ബഹനും ഔർ ഭായിയും കെ ലിയേ ദേദോ, ഇവർക്ക് വേണ്ടിയിട്ട് എടുക്കൂ. പത്നി, 5 ഷാൾക്കോ കിത്തന ഹോക, 5 ഷാളിന് എത്രയാകും? അപ്പോൾ യുവതി, 200 റുപ്പേ പെർ പീസ്, പീസിന് 280 രൂപ. അപ്പോൾ പത്നി, കുച്ച് സ്യാദ ഹേ, കുറച്ച് കൂടുതലാണ്. 100 റുപ്പേ പെർ പീസ്, പീസിന് 100 രൂപയാണെങ്കിലോ? അപ്പോൾ യുവതി, ബഹുത്ത് കം ഹേ ദീദി, വളരെ കുറവാണ്. പത്നി, തോൽ മോൽ നഹിം, വിലപേശലൊന്നുമില്ല. 150 പെർ പീസ്, പീസിന് 150, 180 രൂപ. യുവതി, അച്ഛാ ദീദി, പസന്ത് കാ രംഗ് അലഗ് കർലോ, ഇഷ്ടമുള്ള അലഗ് തിരഞ്ഞെടുത്തോളൂ, ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ. അപ്പോൾ ഇങ്ങനെ വാർത്താലാപും പരീക്ഷയ്ക്ക് ചോദിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, കമൻറ്റും രേഖപ്പെടുത്തണം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലെത്തുന്നതുവരെ നന്ദി, നമസ്കാരം.